ഇറാനും ഇസ്രയേലും തമ്മിൽ ഒരു യുദ്ധഭീതിയിൽ നിൽക്കുമ്പോഴാണ് കേരളത്തിൽ നിന്നും ഞെട്ടിക്കുന്ന ഒരു പ്രസ്താവന വന്നിരിക്കുന്നത്. അത് നമ്മുടെ പിണറായി വിജയന്റെ ഭാഗത്ത് നിന്നാണ്. ഇസ്രയേലിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഇസ്രയേൽ ഒരു തെമ്മാടി രാജ്യമെന്നാണ് നമ്മുടെ സഖാവ് പറയുന്നത്. അതിനിടയിലെങ്കിലും ചെന്ന് ചാടി കൊടുക്കാതിരുന്നാൽ നന്നായിരിക്കും. തടി പിന്നെ കുറച്ചു കാലം കൂടെ നിൽക്കേണ്ടതല്ലേ. ഒന്നുമല്ലേലും മരുമകനെ അരിയിട്ട് വാഴ്ചയും കൂടെ നടത്തണമല്ലോ. അതുവരെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് പോകണ്ടേ. അതുകൊണ്ട് ഇവിടെ മിണ്ടാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇടയ്ക്ക് വേറൊരു മൂത്ത സഖാവ് നെതന്യാഹുവിനെ വരട്ടിയില്ലേ, ഒപ്പം മോദിയെയും. ഇവിടുന്ന് ആയുധങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ വിവരം അറിയുന്നത്. നെതന്യാഹുവിനോട് പറഞ്ഞ് ഇവിടുന്ന് ആയുധങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ വിവരം അറിയുന്നത്. ഇവന്മാരല്ലേ എത്രത്തോളം അല്പന്മാരാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ തെമ്മാടി രാഷ്ട്രമെന്ന് നമ്മൾ ആരെ വിളിച്ചതാണ്? ഇസ്രയേൽ അല്ല, മുമ്പ് പാകിസ്ഥാനെ വിളിച്ചതാണ്. അത് ആ വാക്ക് ഏതായാലും കിട്ടിയിട്ടുണ്ട്. സാധാരണ പിണറായി വിജയൻ ഈ വാക്കുകൾക്കൊരു ക്ഷാമമില്ലാത്ത ആളാണ് കേട്ടോ. നമ്മൾ എത്ര വാക്കുകൾ കേട്ടിട്ടുണ്ട്. പരനാറി, നികൃഷ്ടജീവി, കുലംകുത്തി, കടക്കുപുറത്ത്. ഇനിയിപ്പം നെതന്യാഹുവിനെയൊക്കെ ഇങ്ങനെ പഠിപ്പിക്കാൻ പോയതാണ്. പക്ഷേ ഈ ഇറാനും ഇസ്രയേലും തമ്മിൽ ഹമാസിൻ്റെ ആ സമയം മുതൽ തന്നെ, പലസ്തീൻ്റെ ആ യുദ്ധവുമായിട്ട് സമയത്ത് തന്നെ ഒന്ന് ശക്തമായി ഉരസി നിന്നതാണ്. കാരണം ഇസ്രയേൽ ഒരേ സമയം ഹമാസിനോടും ഹിസ്ബുള്ളയോടും ഒക്കെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇറാനും ഇടയ്ക്ക് മിസൈലുകളെ ഇസ്രയേലിലേക്ക് വർഷിച്ചുകൊണ്ടിരുന്നു. അതിനെയൊക്കെ ഇസ്രയേൽ ഒരേ സമയം നേരിട്ടു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരേ സമയം 3-4 പേരോടെ യുദ്ധം ചെയ്യുക എന്ന് പറയുന്ന ഒരു വലിയ കൃത്യമാണ് അവിടെ ഇസ്രയേൽ നടത്തിക്കൊണ്ടിരുന്നത്. അന്ന് ട്രംപ് തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ തന്നെ ഇറാനൊക്കെ മുന്നറിയിപ്പ് കൊടുത്തിരുന്നതാണ്. ആ സമയത്തൊക്കെ നമ്മൾ വിചാരിച്ചാണ് അമേരിക്കൻ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇറാനും ഇസ്രയേലും തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു കത്തിക്കയറുന്ന അവസ്ഥയിലേക്ക് മാറുമെന്നുള്ളത്. ഇപ്പോൾ ഇവർ തമ്മിൽ ഇങ്ങനെ പ്രശ്നത്തിലേക്ക് കടക്കാൻ തന്നെ കാര്യം എന്താ? ഈ ആണവ അത് മുമ്പേ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇറാന് പലതരത്തിലും ആ യുദ്ധസമയത്ത് ഹമാസുമായിട്ട് പൊരുതിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ മുന്നറിയിപ്പ് കൊടുത്തിട്ടുള്ളതുമാണ് ഇസ്രയേൽ. അവിടുത്തെ ജനതയോട് തന്നെ പ്രത്യേകം പറഞ്ഞതാണ്, നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടോളൂ എന്നൊക്കെ പറഞ്ഞ്. ഇറാൻ മൊത്തത്തിലെ ഈ ഒരു മതരാഷ്ട്രമായിട്ട് അങ്ങനെ നിൽക്കുകയല്ലേ. അവിടെ അതിനെതിരെ അവിടെ പലരും യുവതികളൊക്കെ രംഗത്ത് വരുന്നു. അവർ അടിവസ്ത്രം വിട്ട് സർവകലാശാലകളിലും പൊതു ഇടങ്ങളിലും പോകുന്നു. പക്ഷെ അവരെ പിടിച്ചുകൊണ്ട് പോയിട്ട് അവർ തലയ്ക്ക് സ്ഥിരതയില്ലാത്തവരാണ് എന്ന് മുദ്ര കുത്തുകയുമാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോഴേ നമ്മുടെ കേരളത്തിൽ പിണറായി വിജയന് ഇങ്ങനെയൊക്കെ പ്രതികരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഒരു മൂർധന്യത്തിൽ നിൽക്കുകയാണ്. അതിനിടയ്ക്ക് ഇസ്രയേലിൽ പോയി ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുമല്ലോ. നിലമ്പൂരിലൊരു തരത്തിലുള്ള ഒരു പ്രീണനം നടത്തി നോക്കുകയാണ്, വോട്ടൊന്ന് മറിക്കാൻ പറ്റുമോ എന്നുള്ളത്. ഇപ്പോൾ കോൺഗ്രസ്സുകാർ തരൂരിനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയില്ല, ഈ നിലമ്പൂരിലേക്ക്. അല്ല, പിണറായിയോടൊപ്പം തന്നെയാണ് ഈ എം എ ബേബിക്ക് എന്തിൻ്റെ ആവശ്യമാണ്? കാരണം അദ്ദേഹം ഒരു ദേശീയ തലത്തിൽ ഇപ്പോൾ ഒരു മുഖം പോലും ഇല്ല. ഈ കേരളത്തിൽ നിന്ന് മലയാളത്തിലാണ് ഇത്തരം പ്രസ്താവനകൾ പലതും വരുന്നത്. അല്ല, അതിനെ പിന്താങ്ങണമല്ലോ. പണ്ടങ്ങനെയല്ലായിരുന്നു. ദേശീയ ജനറൽ സെക്രട്ടറി പറയുന്നതിന് ഇവിടെ സപ്പോർട്ട് ചെയ്യും. EMS ഒക്കെ പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന അവസരത്തിൽ EMS എപ്പോഴും അവസാന വാക്കായിരുന്നു പാർട്ടിയുടെ. അപ്പോൾ അതിനെ ഒന്ന് പിന്താങ്ങണം എന്ന് പറഞ്ഞ പോലെ പിണറായിയെ ഇപ്പോൾ പിന്താങ്ങി നിൽക്കുന്ന ജോലി മാത്രമേ എം എ ബേബിക്കുള്ളൂ. ഇപ്പോൾ ഭൂരിപക്ഷ സമയം എനിക്ക് തോന്നുന്നു ഇവിടെ കേരളത്തിലാണ്. പണ്ട് ഈ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഇവിടെ കിട്ടത്തില്ല, ഡൽഹിയിലാണ് അവരുടെ ആസ്ഥാനം. പിന്നെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പോകുന്നത് പോലെ തന്നെ ഇവിടെ വരികയുള്ളൂ. ഇപ്പോൾ ബേബി ഇവിടെ തന്നെ ഉണ്ടെന്നാണ് തോന്നുന്നത്. ഡൽഹിയിലെ ഓഫീസിന് പൂട്ടുമായിരിക്കും. അതെ, അതിനുള്ള സാധ്യതയാണ് കാണുന്നത്. കാരണം അവിടെ കറണ്ട് ചാർജ് അടയ്ക്കണമെങ്കിൽ ഇവിടുന്ന് വല്ലതും കൊടുക്കണം. ഈ 2026 കഴിഞ്ഞ് അതിൻ്റെ ഭാവി തീർച്ചപ്പെടുത്തുകയും ചെയ്യും. കാര്യം ഇവിടുന്ന് ഇനി അങ്ങോട്ട് ഇവിടം ഭരണവും ഇല്ലാതാകുന്ന അവസരത്തിൽ, ഭരണം ഇല്ലാതായാലും ഇവർ കുറേ കാലത്തേക്കുള്ളത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലൊക്കെ അവരെപ്പോഴും സമർത്ഥരാണ്. ദേശാഭിമാനി പത്രത്തിന് എല്ലാ ജില്ലകളിലും ഇതല്ലേ, യൂണിറ്റ് ഉണ്ടല്ലോ. അത് ഏത് പത്രത്തിനുണ്ട്? വീക്ഷണമുണ്ടോ? വീക്ഷണം എന്ന് പറയുന്നത് എന്തോ ഉണ്ട്.
കോൺഗ്രസിൻ്റെ ഒരു ഇതല്ലേ ചാനലല്ല ജയ് ഹിന്ദ് എന്ന് പറയുന്നത്, അതുണ്ടോ അങ്ങനൊരു സാധനം? അവിടെ ശമ്പളം കൊടുക്കത്തില്ലല്ലോ. അവിടെ ജോലി ചെയ്തിട്ട് ആൾക്കാർക്ക് അത് ക്യാമറ ചിലപ്പോൾ എടുത്തുകൊണ്ട് പോയെന്നിരിക്കും ജീവനക്കാർ. ആ ഒരു ഗതികേടിലാണ്. പിന്നെ അതുപോലെ പാർട്ടി പത്രങ്ങൾ നോക്കിയാൽ CPIക്ക് ജനയുഗം എന്ന് പറയുന്ന ഒരു പത്രം എത്ര പേര് വായിക്കുന്നുണ്ട്? പക്ഷേ CPMൻ്റെ ദേശാഭിമാനി പത്രം എന്ന് പറഞ്ഞാൽ സകല സഖാക്കന്മാരുടെ വീട്ടിലുമുണ്ട്. സകല സഖാക്കന്മാരുടെ വീട്ടിൽ നിർബന്ധമായി എടുത്തിരിക്കണം. വായിക്കുകയോ ഇല്ലയോ എന്തെങ്കിലും ഒന്നുമല്ല, നമുക്ക് ചോറ് പൊതിയാൻ എടുക്കാമല്ലോ, അങ്ങനെയെങ്കിലും ഗുണമുണ്ടല്ലോ. പിന്നെ ആ ചോറനിയും ദുഷിച്ചു പോകുമോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ സംശയം, അതിനകത്ത് എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ. ചിലപ്പോൾ നാളത്തെ ദേശാഭിമാനിയിലത്തെ പ്രധാന വാർത്തയായിരിക്കും ഈ പിണറായിയും നെതന്യാഹുവും തമ്മിൽ നേർക്കുനേർ എന്നുള്ളതായിരിക്കും ഏറ്റവും പ്രധാന വാർത്ത. അതിലൂടെ ചിലപ്പോൾ മോദി ഞെട്ടുകയും പിന്നെ ലോകരാജ്യങ്ങൾ ട്രംപ് വരെ ഇടപെടാനുള്ള സാധ്യതയും കാണുന്നത്. ഇവിടുത്തെ എന്തെല്ലാം അതുപോലെ തന്നെ തുർക്കിക്ക് 10 കോടി അനുവദിച്ചതുപോലെ ഒരു കോടി രൂപ അതെ, കേന്ദ്രത്തിനെ അറിയിക്കാതെ കൊടുക്കാൻ ശ്രമിച്ചവരാണ്. ഇവിടെ പാവം പിടിച്ച ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റ് നടയിൽ കടക്കാൻ തുടങ്ങിയിട്ട് 100-110 ദിവസമായി, തിരിഞ്ഞു നോക്കുന്നില്ല. ഈ മനുഷ്യന് അവരെക്കുറിച്ചൊന്നും പറയാനില്ലേ? ഒന്നുമേ പറയത്തില്ല. ഇവിടെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. അല്ലെ നിലമ്പൂരിലെ പിന്നെ ജനങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പറ, ഉപതെരഞ്ഞെടുപ്പല്ലേ. ഇവിടുത്തെ NGO യൂണിയൻകാർ പറയുന്നത് ഞങ്ങൾക്ക് പുതിയ ശമ്പള കമ്മീഷനെ വയ്ക്കൂ, ശമ്പളം അനുവദിക്കൂ എന്നുള്ളതാണ്. ഇനിയിപ്പോൾ അതിൻ്റെ കാര്യത്തിലേക്ക് കടക്കും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ഈ അവനവന് ഈ പിന്നെ ആന വാ വിളിക്കുന്ന പോലെ അണ്ണാൻ വാ വിളിച്ചാൽ കീറിപ്പോകത്തില്ലേ? പിണറായി വിജയൻ എന്തിനാ ഈ ഇസ്രയേലും ഇറാൻ്റെയും കാര്യത്തിലൊക്കെ ഇടപെടുന്നത്? അത് യാതൊരു ആവശ്യമില്ല. അതോ എനിക്കൊരു സംശയമുണ്ട്, ഈ പ്രസ് സെക്രട്ടറിമാരുടെയൊക്കെ ഒരു വേലയായിരിക്കും പിണറായി വിജയൻ ഇത്തരത്തിലുള്ള അന്തർദേശീയ കാര്യങ്ങളൊക്കെ ഏർപ്പെടുത്തുന്നു. എനിക്ക് തോന്നുന്നു മിക്കവാറും നരേന്ദ്ര സാറ് സൂചിപ്പിച്ചതുപോലെ തന്നെ പണ്ട് അമേരിക്കയിൽ ഒരു സ്വീകരണം ഉണ്ടായിട്ടുണ്ടല്ലോ പിണറായിക്ക്, മറ്റേ ഇരുമ്പ് കസേര പോയി ഇരുന്നതൊക്കെ. അത് ഈ അവിടുത്തെ അമേരിക്കയിൽ കുറെ പൊങ്ങന്മാർ ചെയ്തതല്ലേ, അതറിയത്തില്ലേ? എല്ലാ രാജ്യങ്ങളിലും മലയാളികൾ എല്ലായിടത്തും ഉണ്ടല്ലോ. ഏറ്റവും കൂടുതലുള്ളത് US-ലും പിന്നെ UK പിന്നെ ഗൾഫ് രാഷ്ട്രങ്ങളിലുമൊക്കെ പൊങ്ങന്മാരുണ്ട്. അതായത് ഇവന്മാരുടെ പണി എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് ഏതെങ്കിലും പുങ്കവന്മാർ രാഷ്ട്രീയത്തിലും മന്ത്രിതലത്തിലും ഒക്കെ ഉള്ളവർ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഇവർ പൊക്കിക്കൊണ്ട് നടക്കും. എന്നിട്ട് അവന്മാർ ഫോട്ടോ എടുക്കുകയും ഞങ്ങൾ ഒന്നിച്ച് നിൽക്കുന്നു. ഈ ഗൾഫിൽ കിടക്കുന്ന ഏറിയ പങ്കും കുറേ ഈ പൊങ്ങന്മാരാണ്, ഈ നമ്മുടെ പ്രാഞ്ചിയേട്ടൻ ടൈപ്പുകളാണ്. അവർക്ക് ഈ മന്ത്രിമാരെയോ അല്ലെങ്കിൽ ഈ സാംസ്കാരിക നായകരെയൊക്കെ ഇങ്ങനെ പൊക്കിക്കൊണ്ട് നടന്ന് അവർക്ക് അത്താഴം കൊടുക്കുക, മറ്റ് സൽക്കാരങ്ങളൊക്കെ നടത്തുക, ഇതൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ കൊണ്ടുപോയതാണ് ഈ ന്യൂയോർക്കിൽ, നാണം കെട്ട് പോയതാണ്. ഇപ്പോഴും ആൾക്കാരുടെ മനസ്സിൽ നിന്ന് വാങ്ങിയിട്ടില്ല ഒരു കേരള മുഖ്യമന്ത്രിയെ പിടിച്ചിരുത്തിയത്. അപ്പോൾ ഇത്തരത്തിൽ ആണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഇതിനകത്തൊന്നും ഇടപെടേണ്ടതായിട്ടുള്ള, അതാണ് ഞാൻ പറഞ്ഞത്. ചിലപ്പോൾ ഇനിയിപ്പോൾ നരേന്ദ്രമോദി ചിലപ്പോൾ ഈ ശശി തരൂരിനെ പുറത്തേക്ക് വിട്ടില്ലേ, അതുപോലെ പിണറായി വിജയനെയും ചിലപ്പോൾ ഒരു സംഘമാക്കി പുറത്തേക്ക് വിടാനുള്ള സാധ്യത ഉണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.